ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് വലിയ എന്താ പറയുക വലിയ ഫുൾ മാർക്സ് മേടിക്കണം, A+ തന്നെ എനിക്ക് പറ്റുള്ളൂ, അങ്ങനെയല്ല. എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവാം, എന്തെങ്കിലുമൊക്കെ എനിക്ക് എക്സാമിന് എഴുതണം, എനിക്ക് പാസ്സാവണം എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡുള്ള കുറച്ച് പേരുണ്ടാവും ഇല്ലേ? അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് എഫേർട്ട് ഇടാൻ പറ്റില്ല, എന്നാൽ അവർക്ക് പാസ്സാവാനുള്ള എഫേർട്ട് ഇടാനും താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളവർക്കുള്ളതല്ല, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഫർമേഷൻ. പ്രോസസ്ഡ് ഡാറ്റ ഇസ് നോൺ ആസ് ഇൻഫർമേഷൻ. ഡാറ്റനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. അപ്പോൾ ചോദ്യം ഇത്രേ ഉള്ളൂ, പ്രോസസ്ഡ് ഡാറ്റ ഇസ് നോൺ ആസ് ഡാഷ്. എന്താണ് അതിൻ്റെ ആൻസർ? ഇൻഫർമേഷൻ എന്നാണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. ഇനിയും പറ്റിയാൽ ഈ ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. പിന്നെ നോക്കേണ്ടത് ഈ ഒരു പിക്ചർ നോക്കി വെക്കണം. കണ്ടോ, ഈ പിക്ചർ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഉള്ളതൊരെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഒരു പിക്ചർ നോക്കി വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്ക് പറ്റുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ ആ പിക്ചറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ ഒരു പിക്ചറാണ്, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ പിക്ചർ. അതും നോക്കുകയാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ നോക്കിയാൽ നമ്മൾ ചെറുപ്പം മുതലേ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചോദ്യം, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഏതാണെന്ന്? CPU. ഓക്കെ അല്ലേ? യെസ്. പിന്നെ നോക്കേണ്ടത് ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫങ്ഷൻസ് ഓഫ് CPU. ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫങ്ഷൻസ് ഓഫ് CPU. യെസ്, അതും കൂടി വേണം. അത് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, 1 വേർഡ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫങ്ഷൻസ് ഓഫ് CPU എന്ന് കണ്ടാൽ രജിസ്റ്റേഴ്സ്. ഇങ്ങനെ ഓർത്താൽ മതി, രജിസ്റ്റേഴ്സ് ടെമ്പററി ആയിട്ടല്ലേ. നമ്മളിപ്പോൾ ഈ വർഷം ഒരു രജിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം വേറെ രജിസ്റ്ററാണ്. അത് പെർമനൻ്റ് ആയിട്ടല്ലേ, എല്ലാ വർഷവും നമുക്ക് ഒറ്റ രജിസ്റ്റർ അല്ല. +1 കഴിഞ്ഞിട്ട് +2 എത്തുമ്പോൾ +2ൻ്റെ പുതിയ രജിസ്റ്റർ വരും അല്ലേ. സോ അത് ഓർക്കുക, ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റിൽ വരുന്നതാണ് രജിസ്റ്റേഴ്സ്. ഇനി നോക്കിയേ, ROM. റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി, റോമിൻ്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ. എളുപ്പമാണ് ഈ 4 പോയിൻറ്റ്സ്. സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വെർസാറ്റിലിറ്റി. ആ വാക്ക് പറ്റിയതാണെങ്കിൽ നോക്കുക, അതല്ലെങ്കിൽ എളുപ്പമുള്ളതുണ്ട് ഹ്യൂജ് മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ മെറിറ്റ്സ് ആണ്, പോസിറ്റീവ് സൈഡ്സ്. നെഗറ്റീവ്സ് എളുപ്പമാണ്, ലാക്ക് ഓഫ് IQ, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. ഓക്കെ, അതായത് IQ ഇല്ല, തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറും ഇല്ല. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ജസ്റ്റ് ബേസുകളാണ്. അതായത് ഇപ്പോൾ നോക്കിയേ, കുറച്ച് ഒരു ടേബിൾ കാണിച്ചു തരാം. ആ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. ഒരു സെക്കൻഡ്, ആ ടേബിൾ എടുക്കട്ടെ. ഈ ടേബിളാണ്. ഓക്കെ, ബൈനറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2, ബേസ് 2, ഒക്ടൽ 8, ഡെസിമൽ 10, ഹെക്സാഡെസിമൽ 16. ബേസ് എന്താണെന്ന് ചോദിക്കുക. ബൈനറിയുടെ ബേസ് 2, ഒക്ടലിൻ്റെ ബേസ് 8, ഡെസിമലിൻ്റെ ബേസ് 10, ഹെക്സാഡെസിമലിൻ്റെ 16. 2 എന്ന് പറഞ്ഞാൽ 1, 2 അല്ല, 0, 1. അപ്പോൾ 8 എത്രയായിരിക്കും? 0 മുതൽ 7 വരെ. ഓക്കെ, ഡെസിമൽ എത്രയായിരിക്കും? 0 മുതൽ 9 വരെ. ഹെക്സാഡെസിമൽ എത്രയായിരിക്കും? 0 തുടങ്ങി 9 വരെ, A മുതൽ F വരെ. ഓക്കെ, ഇതിന് സിമ്പിൾസ് യൂസ്ഡ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്താം. ഓക്കെ, 0, 1. പിന്നെ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ഒക്ടൽ 0 to 7. കണ്ടോ അത്. ഇനി നമുക്ക് നോക്കാം, ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ആസ്കിയുടെ ഫുൾ ഫോം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഓക്കെ, അതത്രേ ഉള്ളൂ. യൂണിക്കോഡിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണ്. യൂണിക്കോഡിൽ ഇത്ര ഓർത്താൽ മതി, 16 ബിറ്റ്സ് എന്ന് ഓർക്കുക. പിന്നെ ഒരു നമ്പർ, ലോങ് നമ്പർ ഉണ്ട്, അത് ഓർക്കാൻ പറ്റുമോ? 65,536 ക്യാരക്ടേഴ്സ് എന്നൊരു നമ്പറാണ്. പിന്നെ നോക്കിയേ, ഇതും കൂടി ഓർക്കുക, ഈ ഒരു പോയിന്റും കൂടി ഓർക്കുക.
ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് യൂണിക്കോഡ്. ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ് എന്ന് കണ്ടാൽ യൂണിക്കോഡ്. 16 ബിറ്റ്സ് യൂണിക്കോഡ്. ക്യാരക്ടേഴ്സിൻ്റെ നമ്പർ 65,536. ഓക്കെ, ഇത്രയും നോക്കി. ഇതിനേക്കാൾ ഇപ്പം നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യും, പിന്നെ ഇതാണോ യൂസ് ചെയ്യുന്നത്? ഇതിനൊക്കെ സിമ്പിളായിട്ടില്ല. അങ്ങനൊരു സംഭവം ഇനി കണ്ടുപിടിക്കണം നമുക്ക്. ഇതിനേക്കാൾ സിമ്പിളാക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, കോമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. 2 കോമ്പോണൻറ്റ്സ് ആണ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻജിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ടാൻജിബിൾ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന, വിസിബിൾ കാണാൻ പറ്റുന്നതായിട്ടുള്ള പാർട്സ്. അത് കിട്ടില്ലേ? കമ്പ്യൂട്ടറിൽ കാണാനും ടച്ച് ചെയ്യാൻ പറ്റുന്ന പാർട്സ്, അതാണ് ഹാർഡ്വെയർ. എക്സാമ്പിൾ അറിയാലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ ഇതിൽ കാണാനും ടച്ച് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ പാർട്സ്? കീബോർഡ്, മൗസ്, CPU, മോണിറ്റർ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി നോക്കിക്കേ, ഇനി നിങ്ങൾക്ക് പറ്റിയത് ഈസിയിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഓക്കെ, റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി, റോമിൻ്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി. പ്രൈമറി, ഇപ്പോൾ മെമ്മറീനെ നമുക്ക് പ്രൈമറിന്നും സെക്കൻഡറിന്നും തിരിക്കാം. ഓക്കെ, മെമ്മറീനെ പ്രൈമറിയും സെക്കൻഡറി. പ്രൈമറിയിൽ നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. റാം, റോം, ക്യാഷാണ് എക്സാമ്പിൾസ്. പ്രൈമറിയുടെ എക്സാമ്പിൾ റാം, റോം, ക്യാഷ്. സെക്കൻഡറിയുടെ എക്സാമ്പിളായിട്ട് ഈ പറയുന്ന പെർമനൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതൊക്കെ അതിൽ വരും. CD, DVD, ഹാർഡ് ഡിസ്കിലൊക്കെ നമ്മൾ പെർമനൻ്റ് ആയിട്ടല്ലേ സ്റ്റോർ ചെയ്യണേ. നിങ്ങളുടെ കയ്യിലൊരു CD ഉണ്ടെങ്കിൽ അതിലത്തെ ഡേറ്റ പെർമനൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം സെക്കൻഡറിയിൽ വരും. ഓക്കെ, അത് ഓർത്തിരിക്കുക. നോക്കിയേ, റാമും റോമും തമ്മിലുള്ള ഡിഫറൻസസ് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. റാമിൻ്റെ ഫുൾ ഫോം എഴുതണം, റോമിൻ്റെ ഫുൾ ഫോം എഴുതാം. റാം റാൻഡം ആക്സസ് മെമ്മറി, റോം റീഡ് ഓൺലി മെമ്മറി. റാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഫാസ്റ്ററാണ്. ഫാസ്റ്റർ ആരേക്കാൾ? റോമിനേക്കാൾ. റാം റോമിനേക്ക് ഫാസ്റ്റ് ആണെങ്കിൽ റോം എന്തായിരിക്കും? സ്ലോവർ മെമ്മറി. ഫസ്റ്റ് ഡിഫറൻസ് ആണ്, ഈസി, അത് കിട്ടി. ഇനി അതിനേക്കാൾ എളുപ്പമുള്ള 2 എണ്ണം. റാമിൽ റീഡിങ്ങും റൈറ്റിങ്ങും അലോ ചെയ്യും. റോം എന്തായിരിക്കും? റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് അലൗസ് റീഡിങ് ഓൺലി. പിന്നെ റാം വോളറ്റൈലാണ്, റോം നോൺ വോളറ്റൈൽ. ഈസി പോയിൻറ്റ്സ് ആണ്. ആ മെയിൻ വാക്കുകൾ മാത്രം മതി. നെക്സ്റ്റ് നോക്കേണ്ടത് ഇതൊക്കെ നമ്മൾക്ക് അവിടെ കിടക്കട്ടെ. നമുക്കിനി വേണ്ടത് ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസസിൻ്റെ എക്സാമ്പിൾസ്. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ആയിട്ട് ഇത് ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇൻപുട്ട് ഡിവൈസസിൻ്റെ 5 ഇൻപുട്ട് ഡിവൈസിനെ പറ്റി പഠിക്കുക. ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ യൂസ്ഡ് ടു ഫീഡ് ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. കീബോർഡ് എഴുതാം. കീബോർഡിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കിയേ, കീബോർഡാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്. പിന്നത്തെ കാര്യം, കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഇൻപുട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ആൽഫബറ്റ്സ് പറ്റും, നമ്പേഴ്സ്, പിന്നെ കുറേ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുത്തു, കോമ, അങ്ങനത്തെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നോക്കിയേ, നമ്മുടെ കീബോർഡിൻ്റെ, നിങ്ങളൊരു കീബോർഡ് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഉള്ള ആൽഫബറ്റ്സ് ഒന്ന് വായിച്ച് നോക്കിയാൽ QWERTY എന്നാണ്. QWERTY ആണ്. അപ്പോൾ ഒരു QWERTY ഡിസൈൻ അതിലുണ്ടെന്ന് നമുക്ക് പറയാം. ഈസി. ഓക്കെ, അത്ര മതി. ഇനിയും മൗസ് എന്താണ്? ഒറ്റ പോയിന്റ് പഠിക്കുക. സ്മോൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസ്, ആ പോയിന്റ് പഠിക്കുക. പിന്നെന്താണ് നമ്മളെങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്? അതിന് ഒരു സ്ക്രോൾ വീൽ ഉണ്ട്. സ്ക്രോൾ വീൽ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്കും താഴേക്കും, ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും നമുക്കത് മാറ്റാൻ പറ്റും. ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വേർട്ടിക്കലി യൂസ് ചെയ്യാനാണ് സ്ക്രോൾ വീല്. പിന്നെന്താണ്? അത് നമ്മളൊരു റോൾ ചെയ്യുന്നത് ഒരു മൗസ് പാഡ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സർഫേസിൻ്റെ മേളിൽ കൂടി ഇത് ഈ മൗസ് എന്ന് പറയുന്ന സംഭവം റോൾ ചെയ്യും. ഓക്കെ അല്ലേ? പിന്നെ ഒരെണ്ണം നോക്കിയേ, ലൈറ്റ് പെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും സ്ക്രീനിൽ. ഈസി പോയിൻ്റാണ്. ലൈറ്റ് പെൻ ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. അതായത് ഈ ഫാഷൻ ഡിസൈനേഴ്സൊക്കെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്, എഞ്ചിനീയേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് ലൈറ്റ് പെന്നാണ്, സിമ്പിളായിട്ട്. ടച്ച് സ്ക്രീൻ നമുക്കറിയാമല്ലോ. കമ്പ്യൂട്ടേഴ്സിന്, ടാബ്ലറ്റ്സിന്, സ്മാർട്ട് ഫോൺസിനൊക്കെ ടച്ച് സ്ക്രീൻ ഉണ്ടാവും അല്ലേ? പിന്നെ നമുക്കൊരു സ്റ്റൈലസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്റ്റൈലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടച്ച് സ്ക്രീനിൽ നമ്മൾ പെൻ യൂസ് ചെയ്യില്ലേ, അതാണ് സ്റ്റൈലസ്. അതെങ്ങനെയാണ് നമ്മൾ ഈ ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുക? സിംപ്ലി ടച്ച് ചെയ്ത വഴി എവിടെയാണ്? ഓൺ സ്ക്രീനിൽ സിംപ്ലി ടച്ച് ചെയ്യുന്നു, ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്നു, സിമ്പിൾ. ഇനി നോക്കിയേ, എളുപ്പമുള്ളത് ടച്ച് പാഡ് ഓർത്തിരിക്കാം. ടച്ച് പാഡ് നോക്കിയേ, ടച്ച് പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡിൽ അവിടെ പിക്ചർ ഉണ്ടോ?
നമ്മൾ മൗസ് ഇല്ല, പുറത്തൊരു മൗസ് എക്സ്റ്റേണൽ മൗസ് ഇല്ല എന്നാണെങ്കിൽ ഇതാ ടച്ച് പാഡാണ്. നമ്മുടെ ഫിംഗർ അതിൽ യൂസ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിലൂടെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും. അതിനെ ഡ്രാഗിങ് എന്ന് പറയും. ഡ്രാഗിങ് ചെയ്യുന്നു. ഓക്കെ, ടച്ച് പാഡിൽ ബട്ടൺസ് ഉണ്ടാവും സൈഡിൽ അല്ലേ? ഓക്കെ. പിന്നെ ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചിട്ടാണ് വീഡിയോ ഗെയിംസ് പ്ലേ ചെയ്യുന്നത്. സോ ഇത്രയും മതി. പിന്നെ ഒരു കാര്യം ഓർക്കുക, മൈക്രോഫോൺ, മൈക്ക് ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് ഓർക്കുക കേട്ടോ. സ്കാനർ ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് ഓർക്കുക. ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, മോണിറ്റർ, അതൊക്കെ ഓക്കെ ഔട്ട്പുട്ട് ഡിവൈസാണ്. പിന്നെ പ്രിൻ്റർ ഔട്ട്പുട്ട് ഡിവൈസാണ്, അത് ഓർക്കുക. പിന്നെ നോക്കിയേ, ഇ വേസ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് നിയറിങ് ദ എൻഡ് ഓഫ് ദർ യൂസ്ഫുൾ ലൈഫ്. പഴയതായിട്ടുള്ള ഇലക്ട്രോണിക് പ്രൊഡക്ട്സിനെയാണ് ഇ വേസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ട് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ ഇതാണ്, ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. ദാ ഈ 4 വാക്കുകളും പഠിക്കണം. റീയൂസ്, റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്, ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്നുള്ള വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്തെഴുതണം? ബേണിംഗ് എന്നുള്ളൊരു വാക്ക് എഴുതിയാൽ മതി. ബേണിംഗ്, റീയൂസ്, റീസൈക്കിൾ, ബേണിംഗ്, പിന്നെ ലാൻഡ് ഫില്ലിംഗ്, അത്ര മതി. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്, പഠിക്കണം. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇത്രേ ഉള്ളൂ. ഡിസൈനിങ്, മാനുഫാക്ചറിങ്, യൂസിങ് ആൻഡ് ഡിസ്പോസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് പാർട്സ് വിത്ത് നോ ഇമ്പാക്റ്റ് ഓൺ എൻവയൺമെൻറ്റ്. അത് അത്രയും ലോങ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അതായത് സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയൺമെൻ്റലി സസ്റ്റൈനബിൾ IT, അത്രയും മതി. പിന്നെ ഇതിൻ്റെ ഈ 4 പോയിൻറ്റ്സ്, ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ, ഈ 4 അപ്രോച്ചസ് ആണ്. ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ 4 അപ്രോച്ചസ് ചോദിക്കുകയാണെങ്കിൽ 4 പോയിൻറ്റ്സും എഴുതണം. ഓക്കെ, 4 അപ്രോച്ചസ് കേട്ടോ. ചോദ്യം അങ്ങനെയായിരിക്കും. ഇനി സോഫ്റ്റ്വെയർ 2 ടൈപ്സ് ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ചിലപ്പോൾ എസ് എ ചോദിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എസ് എ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരേണ്ടതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നും ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത്രേ ഉള്ളൂ, ആക്ട്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ. ആ പോയിന്റ് ഓർക്കുക. അതിന് മുമ്പ് ഓർക്കുക സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, ആക്ട്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ, അത് പഠിക്കാം. പിന്നെ വേറെ നോക്കിക്കേ, എളുപ്പമുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെന്താ? റിസോഴ്സ് മാനേജർ ഓഫ് കമ്പ്യൂട്ടർ. എഴുതാമല്ലോ, മതി. ഇനിയും ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഇച്ചിരി മടിയുണ്ടെങ്കിലും പഠിക്കണം. പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. എസ് എ ചോദിക്കും. പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ് പഠിക്കണം. ഇനി ഞാൻ പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിനെയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയാം. നമ്മൾ പറയുന്ന ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇനി നമ്മുടെ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സംഭവങ്ങളിനെയാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയാം. ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 0യും 1ഉം ആണ്. 0നെയും 1നെയും നമ്മൾ ബൈനറി ഡിജിറ്റ്സ് എന്ന് വിളിക്കും. ഇനി നോക്കിയേ, കമ്പ്യൂട്ടറിൻ്റെ ലോ ലെവൽ ലാംഗ്വേജിൻ്റെ വേറെ പേരാണ് മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജിലാണ് ഞാൻ ഈ പറഞ്ഞ 0യും 1ഉം അവരെ ബൈനറി ഡിജിറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിമോണിക്സ് ആണ്. നിമോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷനെ നമ്മൾ ADD, സബ്ട്രാക്ഷനെ SUB എന്നൊക്കെ പറയില്ലേ, ഇതാണ് നിമോണിക്സ്. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ പോലെയാണ്. ഓക്കെ, അത് അസംബ്ലി ലാംഗ്വേജിനെ പോലെയും മെഷീൻ ലാംഗ്വേജിനെ പോലെയും ഒന്നുമല്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ബേസിക്, C++, ജാവ, ഇതൊക്കെ. ഇനി നോക്കിക്കേ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ജസ്റ്റ് നോക്കുക. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്നത് അസംബ്ലർ. ഓക്കെ, ഇനി നോക്കുക.
ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ലൈൻ ബൈ ലൈൻ മാറ്റാൻ ഉപയോഗിക്കുന്നത് ഇൻ്റർപ്രറ്റർ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ഒറ്റ സിംഗിൾ റണ്ണിൽ തന്നെ മാറ്റാൻ ഉപയോഗിക്കുന്നത് കമ്പൈലർ. ഓക്കെ, ഇത്ര മതി. നെക്സ്റ്റ് വൺ, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഏറ്റവും എളുപ്പമുള്ള സംഭവം പറഞ്ഞുതരാം. 4 ഫ്രീഡംസ് ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. 4 ഫ്രീഡംസ് എന്ന് എവിടെ കണ്ടാലും 4 ഫ്രീഡംസ് പറയട്ടെ. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. 4 ഫ്രീഡംസ് എന്ന് കണ്ടാൽ അത്രേ ഉള്ളൂ. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. ഫ്രീഡം 0 എന്താണെന്ന് അറിയാമോ? ഫ്രീഡം ടു റൺ പ്രോഗ്രാം. ഇത്രേ ഉള്ളൂ, റൺ പ്രോഗ്രാം. ഫ്രീഡം 1 എന്ന് പറഞ്ഞാൽ ടു സ്റ്റഡി ഹൗ പ്രോഗ്രാം വർക്ക്സ്, അത്ര മതി. ഫ്രീഡം 2 ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ്. ഫ്രീഡം 3 ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം, മതി. നെക്സ്റ്റ് ഫ്രീവെയറും ഷെയർവെയറും. ഇത്രേ ഉള്ളൂ. ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇൻ്റർനെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. നമുക്ക് അതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഷെയർവെയർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് ഇത് മേടിക്കുന്നതിനേക്കാളൊക്കെ മുമ്പ് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കാൻ തരും, അത്രയേ ഉള്ളൂ. എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആവണമെന്നില്ല. പിന്നെ ഇത് ഫ്രീലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്, ഇൻ്റർനെറ്റിൽ നിന്ന് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയി യൂസ് ചെയ്യാം. ഷെയർവെയർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓൾ റൈറ്റ്. ഇനി പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറും ഹ്യൂമൻ വെയർ, ലൈവ് വെയർ. ഹ്യൂമൻ വെയർ എന്താണെന്ന് പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ ഹ്യൂമൻ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ എന്ന് പറയും. എക്സാമ്പിൾസ് നോക്കിയാൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സിസ്റ്റം മാനേജേഴ്സ്, അത് പേരുകൾ ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, ഇവരൊക്കെ ഹ്യൂമൻ വെയർ അല്ലെങ്കിൽ ലൈവ് വെയറിൽ വരുന്ന ആളുകളാണ്. രണ്ടാമത്തെ പാഠം ഇത്തിരി വലിയ പാഠം, അതാട്ടോ ഇത്രയും ലോങ് ആയിപ്പോയത്. ഇനി നോക്കിയേ, ഈ ഒരു ചോദ്യമുണ്ട്. പ്രോബ്ലം സോൾവിങ് 2 തരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് 2 തരത്തിൽ പ്രോബ്ലം സോൾവിങ് ചെയ്യാം. ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും. ഓക്കെ, പറഞ്ഞില്ല എന്നൊന്നും വേണ്ട, അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ടോപ്പ് ഡൗണും ബോട്ടം അപ്പും. ഈ ഒരു പിക്ചർ നോക്കണം. ഈ പിക്ചർ ചോദിക്കാറുണ്ട്. ഓക്കെ, ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്നാണ് ചോദ്യം. എല്ലാവരും ഫേസസ് ഇൻ പ്രോഗ്രാമും ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേജസ് ഇൻ ഡാറ്റ പ്രോസസ്സിങ്ങും തിരിഞ്ഞു പോകാറുണ്ടെന്ന് പറയും. തിരിഞ്ഞു പോകരുത്. ഫേസസ് ഇൻ പ്രോഗ്രാമിങ്ങിൽ വരുന്നതാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിംഗ്, ദെൻ ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, എക്സിക്യൂഷൻ, ഡോക്യുമെൻറ്റേഷൻ. അൽഗോരിതം എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, അത് എവിടെയാണെന്ന് എടുക്കട്ടെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം, അതാണ് അൽഗോരിതം. അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ എഴുതില്ലേ, കണ്ടോ? സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എഴുതും. ഇതിനെയാണ് അൽഗോരിതം എന്ന് പറയുക. അൽഗോരിതത്തിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഫ്ലോ ചാർട്ട് എന്താണെന്നും കൂടി എഴുതണം. ഫ്ലോ ചാർട്ട് എന്താണെന്ന് അറിയാമോ? പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം. നമ്മൾ ഈ സ്റ്റെപ്പായിട്ട് എഴുതില്ലേ, ഇതിൻ്റെ നമ്മളൊരു പടം വരച്ചിട്ട് അതിൻ്റെ അകത്താക്കി എഴുതും. അതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുക. പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം. കണ്ടോ, ആ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പടമല്ല, ഈ സിമ്പിൾസ് ഉപയോഗിക്കണം ആ പടം വരയ്ക്കാനായിട്ട്. കണ്ടോ, ഈ ടെർമിനൽ എന്ന് പറഞ്ഞ് ആദ്യം എഴുതിയിട്ടില്ലേ, അത് ഏത് സിമ്പിളാണെന്ന് അറിയാമോ? 1 സെക്കൻഡ്. ടെർമിനൽ എന്ന് പറഞ്ഞ് ആദ്യം എഴുതിയിരിക്കുന്ന സിമ്പിളിന് പറയുന്നത് എല്ലിപ്സ് എന്നാണ്. എല്ലിപ്സ്. ഓക്കെ, യെസ്. പിന്നെ 1 സെക്കൻഡ്, ആ പേജ് പോയി. ഓക്കെ, ടെർമിനൽ എന്ന് പറഞ്ഞ് ആദ്യം എഴുതിയിരിക്കുന്ന ആ സിമ്പിളിനെ നമ്മൾ എല്ലിപ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, രണ്ടാമത്തെ സിമ്പിളാണ് പാരലലോഗ്രാം, മൂന്നാമത്തെ റെക്റ്റാങ്കിൾ, നാലാമത്തെ ഈ കൈറ്റ് പോലെ ഇരിക്കുന്നതിന് റോംബസ് എന്ന് പറയും. ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അതാണ് റോംബസ്. റോംബസ് ആണ് ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. അത് ഇങ്ങനെ ഇരിക്കും, കണ്ടോ ഫ്ലോ ചാർട്ട്. യെസ്, ചിലപ്പോൾ എക്സാമിന് ഫ്ലോ ചാർട്ട്സ് വരയ്ക്കാൻ പറയും. പ്രോഗ്രാം ഈ അൽഗോരിതം തന്നിട്ടുണ്ടാവും. അൽഗോരിതം എന്താ? ഈ സ്റ്റെപ്പ് തന്നിട്ടുണ്ടാവും. നമുക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കാനും ചോദിക്കാറുണ്ട്. പിന്നെ നോക്കിയേ, ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കണം. എപ്പോഴും അഡ്വാൻറ്റേജ് ആണ് ചോദിക്കാറ്. ഇതേ മെയിൻ പോയിന്റ് മാത്രം. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് അനാലിസിസ്, ഇഫക്റ്റീവ് സിന്തസിസ്, ഇഫിഷ്യൻറ്റ് കോഡിംഗ്. ഓക്കെ, ആ 4 മെയിൻ പോയിൻറ്റ്സ് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ നോക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരട്ടെ. കണ്ടോ,
ദേ ഇവിടെ എഴുതിയേക്കുന്നത് ഈ ഡാർക്കായിട്ട് എ ലൂപ്പ് ഹാസ് 4 എലമെൻറ്റ്സ്. ഒന്ന് കണ്ടീഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ഡാർക്ക് കണ്ടോ, ഇനീഷ്യലൈസേഷൻ, അത് കഴിഞ്ഞിട്ട് ഡാർക്ക് അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ, അത് കഴിഞ്ഞിട്ട് ലൂപ്പ് ബോഡി. ഈ 4 പേരുകളും എന്ത് വില കൊടുത്തും എത്ര ഇഷ്ടമില്ലെങ്കിലും പഠിച്ചേ പറ്റൂ. 4 എലമെൻറ്റ്സും ചോദിക്കാറുണ്ട്, പല രീതിയിൽ ചോദിക്കും. 4 പാർട്സ് ഓഫ് എ ലൂപ്പ് എന്ന് ചോദിക്കും, കോമ്പോണൻറ്റ്സ് ഓഫ് എ ലൂപ്പ് എന്ന് ചോദിക്കും, എലമെൻറ്റ്സ് ഓഫ് എ ലൂപ്പ് എന്ന് ചോദിക്കും. എല്ലാത്തിൻ്റെ ആൻസർ ഇതാണ്. ഓക്കെ, എന്തായാലും ചോദിക്കും, എസ്സേയിൽ അല്ലെങ്കിൽ അല്ലാതെ ചോദിച്ചിരിക്കും, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ നോക്കിയേ, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയേക്കുന്നതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു, അത്രേ ഉള്ളൂ. ഡീബഗിങ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇത്രേ ഉള്ളൂ. ഇറേഴ്സ് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നു, അതാണ് ഡീബഗിങ്. കണ്ടുപിടിക്കുക എന്നുള്ളതിന് എന്താ പറയുക, ദ പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ്. കറക്റ്റ് ചെയ്യുന്നതിന് എങ്ങനെ പറയുക, ആൻഡ് കറക്റ്റിംഗ്. എന്ത് കറക്റ്റ് ചെയ്യുന്നു, ഇറേഴ്സിൻ്റെ കമ്പ്യൂട്ടറിൽ എന്താ പറയുക, ബഗ്സ്. ദ പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് ബഗ്സ് ആർ നോൺ ആസ് ഡീബഗിങ്. ഇറേഴ്സ് പല ടൈപ്സ് ഉണ്ട്, ലോജിക്കൽ ഇറർ, സിൻടാക്സ് ഇറർ, റൺ ടൈം ഇറർ. 3 ടൈപ്സ് ഉണ്ട്, ആ 3 പേരുകളും പഠിക്കുക, ലോജിക്കൽ, സിൻടാക്സ്, റൺ ടൈം. ഇനി നോക്കാം, ഡോക്യുമെൻറ്റേഷൻ ചോദിക്കാറുണ്ട്. 2 ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ, ഓർ ദേ ഇൻറ്റേർണലും എക്സ്റ്റേർണലും. ഓക്കെ, ഇനിയും നോക്കേണ്ട കാര്യം, ആ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഈ ടോക്കൺസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം, അത്രേ ഉള്ളൂ. ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാമാണ് ടോക്കൺസ്. എസ് ചോദിക്കാറുണ്ട്. ടോക്കൺസ് 5 തരത്തിലുണ്ട്, 5 ടൈപ്സ് ആണുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഇത് എസ് ആയിട്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് പഠിക്കേണ്ട ചോദ്യമാണ്, അപ്പോൾ പഠിക്കാം. കീവേഡ്സ് 48 കീവേഡ്സ് ഉണ്ട്, അത് കണ്ടോ, ഈ ബോക്സിൽ 48 കീവേഡ്സ് ഉണ്ട്. കീവേഡ്സ് എന്താണെന്ന് വെച്ചാൽ റിസർവ്ഡ് വേർഡ്സ് എന്ന് എഴുതാം. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം വേണം പഠിക്കാം. ഈ 5 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, വേറൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഇതുകളിലുണ്ട്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഓഫ് C++ എന്നൊരു ചോദ്യം ഉണ്ട്, അതായത് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ വോയിഡ് ആണ്. ആ 5ഉം കീവേഡ്സിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കീവേഡ്സും ഈ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സും C++ഉം സെയിം ആൻസറായിട്ട് വേണമെങ്കിൽ പഠിച്ചെഴുതാം. ഓക്കെ, ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്, ലിറ്ററൽസ്. ഇതിൻ്റെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ലിറ്ററൽസ് പല ടൈപ്സ് ഉണ്ട്, ഇൻറ്റിജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ്, ക്യാരക്ടർ ലിറ്ററൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എസ്കേപ്പ് സീക്വൻസസ് എന്ന് കണ്ടോ, അത് ചോദിക്കാറുണ്ട്. അതും ഇഷ്ടമല്ല പഠിക്കണം എന്നാണെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിളെങ്കിലും നോക്കി വയ്ക്കുക, /A/B അങ്ങനെ 2-3 നോക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നോക്കിയേ, പങ്ക്ച്വേറ്റേഴ്സ് എന്താണെന്ന് വെച്ചാലില്ലേ, ഈ എക്സാമ്പിൾസ് ഉണ്ടോ, ഹാഷ്, കോളൻ, സെമി കോളൻ, സിംഗിൾ കോട്ട്സ്, ഡബിൾ കോട്ട്സ് ഒക്കെ എന്താ പങ്ക്ച്വേറ്റേഴ്സ് ആണ്. പിന്നെ ഓപ്പറേറ്റേഴ്സും കൂടി ഉണ്ട്. IDEയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ്, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇതൊക്കെ പോട്ടെ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഓടിച്ച് നോക്കിയപ്പോഴാണ്, ഹൂ ഡെവലപ്ഡ് C++? ജാൻ സ്ട്രൂപ്പാണ് കണ്ടുപിടിച്ചത്. ഇത് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ജാൻ സ്ട്രൂപ്പ്. ഒരു കാര്യം പറയാം, WWW കണ്ടുപിടിച്ചത് ടിം ബെർണേഴ്സ്-ലീ, C++ കണ്ടുപിടിച്ചത് ജാൻ സ്ട്രൂപ്പ്, കമ്പ്യൂട്ടറിൻ്റെ മോഡൽ കണ്ടുപിടിച്ചത് ജോൺ വോൺ ന്യൂമാൻ. ഈ 3 ആളുകളെ ഒന്ന് ഓർത്ത് വെച്ചാൽ 1 വേർഡ് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ സൂപ്പറായിട്ട് നമുക്ക് എഴുതാം. ഇത് നോക്കിയേ, അങ്ങനെ നമ്മൾ 5th ചാപ്റ്ററിലെത്തി, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കീവേഡ്സിൽ വരുമെന്ന്. കീവേഡ്സിൽ വന്ന് 5 എണ്ണം ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇതിൽ വരുന്നതാണ് കേട്ടോ. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇതിൻ്റെ സൈസ് ഒരു മെയിൻലി ഓർക്കേണ്ടത്, വോയിഡിൻ്റെ സൈസ് 0 ആണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ നൾ, 0. വോയിഡ് എന്ന് പറഞ്ഞാൽ 0 ആണ് സൈസ് എന്നുള്ളത് മെയിൻലി ഓർക്കാം. പിന്നെ വേരിയബിൾസും അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബൈനറി, ടെർണറി, യൂണറി. ടെർണറി എന്ന് പറഞ്ഞിട്ട് യൂണറി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറൻറ്റ്, ബൈനറി 2, ടെർണറി 3. ടെർണറി ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ ചോദിക്കും. അതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയാമോ? കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടോ, കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ എന്താണെന്ന് നോക്കിയേ, ക്വസ്റ്റ്യൻ മാർക്കും കോളനും. കോളൻ എന്ന് പറഞ്ഞാൽ 2 ഡോട്ട്സ് കേട്ടോ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? മാത്സിന് നമ്മൾ പഠിച്ച ഓപ്പറേറ്റേഴ്സ് സിമ്പിൾസ് ഏതൊക്കെയാണ്? പ്ലസ്, മൈനസ്. ഇൻറ്റുവിൻ്റെ സിമ്പിൾ, മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിളായിട്ട് ഈ സ്റ്റാർ ഉപയോഗിക്കുക, ഡിവിഷൻ്റെ ആയിട്ട് സ്ലാഷ് കേട്ടോ. ഇതെല്ലാനും അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണെന്ന് ഓർക്കണേന് എന്താ പാട്? നമ്മുടെ മാത്സിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ്. മൊഡ്യൂളസ് ഓപ്പറേറ്റർ കേട്ടോ, ഈ പറയുന്ന ഈ പെർസെൻറ്റേജിൻ്റെ ചിഹ്നമില്ലേ, അതിനെ മൊഡ്യൂളസ് ഓപ്പറേറ്റർ എന്ന് പറയും. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റർ, ഈ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു. ഓക്കെ, 2 ഈക്വൽ ടു ഇടുമ്പോഴാണ് കേട്ടോ കമ്പ്യൂട്ടറിന് ഈക്വൽ ടു ആവുള്ളൂ.
ഒരു ഈക്വൽ ടു ഇട്ടാൽ കമ്പ്യൂട്ടർ വിചാരിക്കും അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണല്ലോ എന്ന്. 2 ഈക്വൽ ടു ഇടുമ്പോഴാണ് ഈക്വൽ ടു ആവുള്ളൂ. ഒരെണ്ണം ആണെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിനെ കമ്പ്യൂട്ടർ വിചാരിക്കുള്ളൂ. ഓർക്കുക, 2 ഈക്വൽ ടു ഉള്ളത് റിലേഷണലിൻ്റെ എക്സാമ്പിളാണ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതൊക്കെ റിലേഷനിൽ വരും. പിന്നെ ഒരു ഈസി ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. +1 +2 നമുക്ക് വേണ്ടതാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എങ്ങനെ എഴുതണേന്ന് നോക്കിയേ. ലോജിക്കൽ ആൻഡ് 2 ആൻഡിൻ്റെ സിമ്പിൾ, ലോജിക്കൽ ഓർ കണ്ടോ 2 വര, ലോജിക്കൽ നോട്ട് വര കുത്ത്. സോ അത് പഠിക്കുക. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. പിന്നെ ഇൻപുട്ട് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ, ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ. ഇൻപുട്ട് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ 2 എന്താ, നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്ററിന് 2 ഗ്രേറ്റർ ദാൻ്റെ സിമ്പിൾ, അതേപോലെ ഔട്ട്പുട്ട് ഓപ്പറേഷന് 2 ലെസ് ദാൻ്റെ സിമ്പിൾ. കേട്ടോ, അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് ഒരു ഈക്വൽ ടു. 2 ഈക്വൽ ടു വന്നാൽ കമ്പ്യൂട്ടറിന് ഈക്വൽ ടു ഉള്ളൂ. ഒരു ഈക്വൽ ടു ഇട്ടാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലാണ്ട് വന്നിട്ടുണ്ട്. എക്സ്പ്രഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്സ് ഉണ്ട്. ഡിക്ലറേഷൻ, അസൈൻമെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെയുണ്ട്. കാസ്കേഡിങ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, ഇത്രേ ഉള്ളൂ സംഭവം. ഒരു ഒറ്റ വരി തന്നെ ഒന്നിലധികം തവണ ഒന്നില്ലെങ്കിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഇടാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇടാം. അതിനെയാണ് കാസ്കേഡിംഗ് എന്ന് പറയുക. രണ്ടും കൂടെ ഒന്നിച്ചല്ല. കണ്ടോ, ഇവിടെ കണ്ടോ, ലെസ് ദാൻ്റെ ആ ഒരു സിമ്പിൾ ആണ് ഒരു വരി തന്നെ എക്സ്, പിന്നെ അത് തന്നെ വൈ, പിന്നെ അത് തന്നെ സെഡ്. അല്ലെങ്കിൽ കണ്ടോ, തിരിച്ചും ചെയ്യാൻ വേണമെങ്കിൽ അത് ഇവിടെ ചെയ്ത പോലെ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിലധികം തവണ ഒന്നില്ലെങ്കിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനെയാണ് കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. അത് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നോക്കിയേ, C++ പ്രോഗ്രാമിൻ്റെ ബേസിക് ഒരു സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ. ഹാഷ് ഇൻക്ലൂഡ്, ഹെഡർ ഫയൽ, യൂസിങ് നെയിം സ്പേസ്, ഐഡൻറ്റിഫയർ, ഇൻറ്റു മെയിൻ ഫംഗ്ഷൻ, കർലി ബ്രാക്കറ്റ് ഓപ്പൺ, സ്റ്റേറ്റ്മെൻറ്റ്സ്, സെമിക്കോളൻ. കണ്ടോ, ഈ ഒരു സംഭവം പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ C++ പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചറായി. ഇനി നോക്കേണ്ടത് ഓക്കെ, സിംഗിൾ ലൈൻ കമൻറ്റ്, മൾട്ടി ലൈൻ കമൻറ്റ്. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്ലാഷസ് ഉപയോഗിച്ചിട്ടാണ് സിംഗിൾ ലൈൻ കമൻറ്റ് എഴുതുക. മൾട്ടി ലൈൻ കമൻറ്റ് എഴുതണത് എങ്ങനെയാണ്? സ്ലാഷ് സ്റ്റാർ ആൻഡ് സ്റ്റാർ സ്ലാഷ്, ഇതിൻ്റെ അകത്ത് എഴുതുന്നത് മൾട്ടി ലൈൻ കമൻറ്റ്. 2 സ്ലാഷസ് ഇട്ടിട്ട് എഴുതുന്നത് സിംഗിൾ ലൈൻ കമൻറ്റ്. ഒരു സ്ലാഷും സ്റ്റാറും ആൻഡ് സ്റ്റാറും സ്ലാഷും ഇതിൻ്റെ അകത്ത് എഴുതുന്നത് മൾട്ടി ലൈൻ കമൻറ്റ്. സിമ്പിളാണ് സംഭവം. ഇനി നോക്കിയേ, ഒരു കാര്യം പറയട്ടെ. ഒരു കീവേഡ്, അതായത് ഒരു വാല്യൂ, അതെപ്പോഴും സെയിം ആയിട്ട് ആ വാല്യൂ തന്നെയായിരിക്കും. പൈയുടെ വാല്യൂ 22/7 അല്ലെങ്കിൽ 3.14 ആണ്. അത് ഫിക്സ്ഡ് ആണ്, അത് മാറ്റമേ ഇല്ല. അതിന് അങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന കീവേഡാണ് കോൺസ്റ്റ്. ഇത് ആരും അങ്ങനെ ശരിയാക്കാറില്ല. ഇത് ശരിയാക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നന്നായി പഠിച്ചു എന്നാണ്. അപ്പോൾ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡാണ് എന്താ 3.14, 22/7 ഒക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാറില്ല. അതുകൊണ്ടാണ് അവിടെ കോൺസ്റ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പൈയുടെ വാല്യൂ. ടൈപ്പ് മോഡിഫയേഴ്സ് എല്ലാവരും പഠിച്ചിട്ട് പോയി, അവിടെ ചെല്ലുമ്പോൾ മറന്നു ചോദിച്ചിരുന്ന മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് മോഡിഫയേഴ്സ് ഏതൊക്കെയാണ്? ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ്. കണ്ടോ, സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. വെരി സിമ്പിൾ, അത് അത്രയും പഠിച്ചാൽ മതി. അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്തൊക്കെയാണ്? പ്ലസ്, മൈനസ്, ഈ സിമ്പിൾസ് ഒക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്തായിരിക്കും? പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, ഇതൊക്കെയാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്താ? പ്ലസ് പ്ലസ്. ഡിക്രിമെൻ്റ് എന്താ? മൈനസ് മൈനസ്. പിന്നെ നോക്കേണ്ടത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെ ടൈപ്പ് പ്രൊമോഷൻ എന്നും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്നും പറയും. അത് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു അങ്ങനെ എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടല്ല, കുറച്ചൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിന് ഇമ്പോർട്ടൻസ് അധികം കൊടുക്കണില്ല. ഇനി വേണ്ടത് 7th ചാപ്റ്റർ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ടോ? ഇതിൻ്റെ സിമ്പിൾ നോക്കിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനും. അത് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ്. 4 കോമ്പണൻസ് ഓഫ് ലൂപ്പ്, 4 എലമെൻറ്റ്സ് ഓഫ് ലൂപ്പ് നമ്മൾ അപ്പുറത്ത് പറഞ്ഞാണ്. അതെവിടെയുണ്ട്? ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി ഓഫ് ലൂപ്പ്. ഇന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. നമ്മുടെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് 3 ഉണ്ട്. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ടു വൈൽ ലൂപ്പ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് 4 വൈൽ, 2 വൈൽ. പിന്നെ ഒരു കാര്യം ഓർക്കാം, ഒരു മിനിറ്റ്, യെസ്,
നോക്കേണ്ടത് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, നീഡ് ഫോർ നെറ്റ്വർക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ പോയിൻറ്റ്സ് ആണ്: റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കേലബിലിറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. നീഡ് ഫോർ നെറ്റ്വർക്ക് ഈ 5 പോയിൻറ്റ്സ് നോക്കണേ. സം കീ ടേംസ്, ഇതാ ഈ ടേംസിൻ്റെ എന്താണെന്ന് കഴിഞ്ഞ എക്സാമിന് മോഡലിന് ചോദിച്ചിരുന്നു. ബാൻഡ്വിഡ്ത്ത് എന്താണെന്ന് ചോദിച്ചിരുന്നു. ബാൻഡ്വിഡ്ത്ത് എന്താണ്? മെഷേഴ്സ് എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. അല്ലെങ്കിൽ മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഇൻ നെറ്റ്വർക്ക്. അതാണ് എളുപ്പം പഠിക്കാൻ, അപ്പോൾ അത് പഠിച്ചാൽ മതി. പിന്നെ ബാൻഡ്വിഡ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ്. അതൊരു എളുപ്പം പോയിൻ്റാണ്, അതും പഠിക്കുക. നോയ്സ് എന്താണ്? അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ. നോഡ് എന്താണ്? എനി ഡിവൈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ഏത് ഡിവൈസാണോ കണക്ട് ചെയ്ത് വെക്കുന്നത് അത് നോഡാണ്. അത്രേ ഉള്ളൂ. പിന്നെ നോക്കിയേ, ഡാറ്റ കമ്മ്യൂണിക്കേഷന് വരുന്ന 5 ബേസിക് എലമെൻറ്റ്സ് എളുപ്പമാണ്. മെസ്സേജ് എന്താ? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ. സെൻഡർ, നമ്മൾ ഏത് കമ്പ്യൂട്ടറാണോ ഏത് ഡിവൈസാണോ മെസ്സേജ് അയക്കാൻ ഉപയോഗിക്കുന്നത് അത് സെൻഡർ. റിസീവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏത് കമ്പ്യൂട്ടറാണോ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഡിവൈസാണോ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അത് റിസീവർ. മീഡിയം എന്താണ്? ഫിസിക്കൽ പാത്ത്, മെസ്സേജ് ട്രാവൽ ചെയ്യുന്ന വഴി, ഫിസിക്കൽ പാത്താണ് മീഡിയം. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് നമ്മൾ അയക്കുമ്പോൾ ഫോളോ ചെയ്യുന്ന റൂൾസ്, അതാണ് എന്താ? അതായത് സെൻറ്ററും റിസീവറും അവരുടെ ഇടയ്ക്കുള്ള നിയമങ്ങളാണ് പ്രോട്ടോക്കോൾ. സിമ്പിളാണത്. പിന്നെ നോക്കിയാൽ ഇവിടെ ഗൈഡഡ് മീഡിയം ഉണ്ട്, അൺഗൈഡഡ് മീഡിയം ഉണ്ട്. അതൊക്കെ കോംപ്ലക്സ് ആണെങ്കിൽ അതൊക്കെ പോട്ടെ. പിന്നെ നോക്കേണ്ടത് ഇതാ, ഇത് ഹബ്ബും സ്വിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ അത് ഇച്ചിരി നമുക്ക് വേണ്ടെങ്കിൽ അത് ഇപ്പോൾ തൽക്കാലം പോട്ടെ. നെറ്റ്വർക്ക് ടോപ്പോളജീസ് നോക്കാം. ടോപ്പോളജീസ് മെയിനായിട്ട് ബസ്, സ്റ്റാർ, റിംഗ്, മെഷ്, കേട്ടോ. ബസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബസ്. ഈ ഒരു പടം കണ്ടോ? ഇത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തരട്ടെ. ഇവിടെ ബസ് എന്ന് പറഞ്ഞാൽ നടുക്കൊരു കേബിൾ ഉണ്ടോ? നടുക്കൊരു നീല കളർ കേബിൾ, ഇങ്ങനെ ഒരു ബസ്സിൻ്റെ മുകളിൽ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഇത് പോലത്തെ കൊടുത്താണ്. ആ സാധനത്തിനെയാണ്, അതാണ് എന്ത്? കേബിൾ. ആ മെയിൻ കേബിളിലേക്കാണ് ബാക്കി എല്ലാ കമ്പ്യൂട്ടേഴ്സും, ഓരോ കമ്പ്യൂട്ടറിനും പറയുന്ന പേര് നോഡ് എന്നാണ്. ഓരോ നോഡും കണക്ട് ചെയ്തേക്കുന്ന ആ മെയിൻ കേബിളിലേക്കാണ്. ആ മെയിൻ കേബിളിനെ പറയുന്ന പേരാണ് ബസ്. ഈ ബസ്സിൻ്റെ രണ്ടറ്റത്തും ചെറിയ 2 വരകൾ കണ്ടോ? അതിന് പറയുന്നത് ടെർമിനേറ്റർ. ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് സ്റ്റാറിൻ്റെ പ്രത്യേകത ഉണ്ടോ? നടുക്ക് ഒരു ഹബ്ബ് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ടാവും. ഓക്കെ, സ്വിച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും, അല്ലെങ്കിൽ ഹബ്ബ് ഉണ്ടാവും. പിന്നെ റിംഗ് ടോപ്പോളജി നോക്കിയേ, റിങ്ങിൻ്റെ പ്രത്യേകത ഉണ്ടോ? റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിൾ പോലെയാണ്, സ്റ്റാർട്ടിങ്ങും ഇല്ല എൻഡിങ്ങും ഇല്ല, ടെർമിനേറ്റേഴ്സും വേണ്ട അതിലവിടെ. മെഷ് ഉണ്ടോ? മെഷ് ഒരു സ്റ്റാർ നടുക്കുണ്ട്, അത് കൂടാതെ വേറെ വഴിയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എല്ലാ നോഡും വേറെ നോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി ഒന്നുമില്ല അങ്ങനെയല്ല. ഇതിലെല്ലാം വേറെയിലേക്ക് കണക്റ്റഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡാണ്. അപ്പോൾ എന്താ, ഒരു വഴി എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ വേറെ വഴി കൂടെ പോകാം, അത്രേ ഉള്ളൂ. പിന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് എളുപ്പമാണ്. പാൻ, ലാൻ, മാൻ, വാൻ. ഫുൾ ഫോം പഠിക്കണം. പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പിന്നെ നോക്കേണ്ടത് TCP IP ഒക്കെ ഫുൾ ഫോം നോക്കിയാൽ നല്ലതാണ്. TCP എന്താ? ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോക്കോൾ. IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. HTTPയുടെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. DNS ഡൊമൈൻ നെയിം സിസ്റ്റം. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്തായാലും ഒരു 1 വേർഡ് ഈ ഫുൾ ഫോം ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഒരെണ്ണം നമ്മൾ നേരത്തെ ഒരാളുകളുടെ പേര് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയി. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആരാന്ന് പറയാൻ മറന്നുപോയി. അതാരാണ്? വിൻഡ് ഗ്രേ സെർഫ്, അല്ലെങ്കിൽ വിൻഡൻ ഗ്രേ സെർഫ്, അല്ലെങ്കിൽ വിൻഡ് സെർഫ് കേട്ടോ. പിന്നെ നോക്കിയേ, WWW കണ്ടുപിടിച്ച ആളുടെ പേര് ചോദിക്കാറുണ്ട്. ടിം ബെർണേഴ്സ്-ലീ ആണ്. അതാണ് ഈ ഇരിക്കുന്ന ആൾ, സൈഡിലിരിക്കുന്ന ഇയാൾ കേട്ടോ. പിന്നെ നോക്കേണ്ടത് ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി, ഡയലപ്പ് കണക്ടിവിറ്റി, വൈഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, അതിൻ്റെ കുറേ ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. നോക്കിയേ, WWWയുടെ ഫുൾ ഫോം വേൾഡ് വൈഡ് വെബ് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് പോപ്പുലർ ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്? കോമൺ ബ്രൗസേഴ്സ് ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, സഫാരി. ഇതൊക്കെ എന്താണ്? പോപ്പുലർ ബ്രൗസേഴ്സ് ആണ് കേട്ടോ. സെർച്ച് എൻജിൻസ് നമ്മൾ നോക്കണം. സെർച്ച് എൻജിൻസ് ഏതൊക്കെയാണ്? ഗൂഗിൾ, ബിങ്, യാഹൂ സെർച്ച്, ആസ്ക്. സെർച്ച് എൻജിൻസും ബ്രൗസേഴ്സും മാറിപ്പോകരുത്. ഇമെയിലിൻ്റെ ചോദിക്കാറുള്ള ചോദ്യം, സെക്ഷൻസ് ഓഫ് എൻ ഇമെയിൽ ചോദിക്കാറുണ്ട്. ഇമെയിൽ അയക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് ഒന്ന് വേഗം ഇമെയിലിൽ നിങ്ങളുടെ എടുത്ത് നോക്കിയ ഫോണിൽ ടു അഡ്രസ്സ് അയക്കാനുള്ളതുണ്ടാവും. CC
BCC സബ്ജക്റ്റ് കോണ്ടൻറ്റ്. ആ പോയിൻറ്റ്സ് പഠിക്കുക. ചോദ്യത്തിലുള്ള സെക്ഷൻസ് ഓഫ് ഇമെയിലാണ്. ഇമെയിൽ അയക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. സ്പീഡുണ്ട്, ഈസി ടു യൂസ്, എളുപ്പത്തിൽ ഉപയോഗിക്കാം, പ്രൊവിഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ്സ്, ഇമേജസും വീഡിയോസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്, കുറേ പേപ്പറൊന്നും പോകുന്നില്ല ഇമെയിൽ അയക്കുമ്പോൾ. ഓക്കെ, പിന്നെ അത്രയും മതി. കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ നോക്കേണ്ടത് ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് വൈറസ് എന്താണെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വൈറസ്, വേം, ട്രോജൻ ഹോഴ്സ്, സ്പാംസ്, ഹാക്കിംഗ്, ഇതൊക്കെ കമ്പ്യൂട്ടറിന് വരുന്ന ത്രെറ്റ്സ് ആണ്. DOS ഒക്കെ. പിന്നെ നോക്കിക്കേ, നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് ലാസ്റ്റ് പാഠത്തിലേക്ക് നമ്മൾ കടന്നു. വേഗം ഗവേണൻസ് ചോദിക്കാറുണ്ട്. ഇത്രേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് ICT ഫോർ ഡെലിവറിങ് ഗവൺമെൻറ് സർവീസ് ടു സിറ്റിസൻസ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നു. അതാണ് ഗവേണൻസ്. പല ടൈപ്സ് ഉണ്ട്. G2G, G2C, G2B, G2E. ജസ്റ്റ് നോക്കാം. പിന്നെ നോക്കേണ്ടത് ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ആ ഡാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ലീഡ്സ് ടു ഓട്ടോമേഷൻ ഓഫ് ഗവൺമെൻറ് സർവീസസ്, സ്ട്രെങ്തൻസ് ഡെമോക്രസി, മോർ ട്രാൻസ്പെറൻസി ഇൻ ഫങ്ഷനിങ്, ഇറ്റ് സേവ്സ് അൺനെസറി വിസിറ്റ്സ് ഓഫ് പബ്ലിക് ടു ഓഫീസ്. എളുപ്പമുള്ള പോയിൻറ്റ്സ് 4 പഠിക്കാം. ഇനി ബിസിനസ്സും അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കണം. ഓവർകംസ് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്, അല്ലേ? നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ എവിടെയുള്ള ഇന്ന സ്ഥലത്തിരിക്കുന്ന ആൾക്ക് പ്രൊഡക്റ്റ് കാണാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. എവിടെ വേണമെങ്കിലുള്ള ആളുകൾക്ക് ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ് കാണാൻ പറ്റും, പ്രൊഡക്റ്റ് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. ഓപ്പറേഷണൽ കോസ്റ്റ് കുറവാണ്. നമ്മൾ ഇങ്ങനൊരു കടയൊക്കെ തുടങ്ങി വെക്കണമെന്നൊന്നുമില്ല, വീട്ടിലൊരു മുറിയെങ്കിലും ചെയ്യാം. ഇറ്റ് മിനിമൈസസ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. നമ്മൾ ഇപ്പോൾ എൻ്റെ പ്രൊഡക്ട്സ്, ഞാനൊരു ബിസിനസ് ഓൺലൈൻ നടത്തുന്നുണ്ട്, എൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർക്ക് ഇവിടെ വരണോ? വേണ്ട, കമ്പ്യൂട്ടറിൽ അത് കാണാൻ പറ്റും, ഓൺലൈനിൽ കാണാൻ പറ്റും. റിമെയിൻസ് ഓപ്പൺ ഓൾ ദ ടൈം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡ്രസ്സ് എടുക്കണം ഫ്ലിപ്കാർട്ടിൽ നിന്ന്, എപ്പോഴും എപ്പോൾ വേണമെങ്കിലും സൈറ്റിൽ കയറി കാണാം, അല്ലേ? 24/7 അവൈലബിൾ ആണ്. സോ അത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ്. ചലഞ്ചസും ജസ്റ്റ് ഒന്ന് നോക്കാം, അതായത് ഡിമെറിറ്റ്സ്. പിന്നെ ലേണിംഗ് ടൂൾസ് ഏതൊക്കെയാണ്? ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, കോണ്ടൻറ്റ്, എഡ്യൂക്കേഷണൽ TV ചാനൽസ്. ഏതാണ് എഡ്യൂക്കേഷണൽ TV ചാനൽസ്? നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വിക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. പിന്നെന്താ, പിന്നെ ദൂരദർശൻ്റെ വ്യാസ്. ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? നിങ്ങൾ നേരത്തെ ബിസിനസ്സിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നോക്കാം, നോക്കിയില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ്. സോ ഇതൊക്കെയാണ്. പിന്നെ ഒരു തവണ BPO എന്താണ്? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. വീഡിയോ കോൺഫറൻസിങ്ങും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോയും ഉൾപ്പെടും, അല്ലേ? കോൺഫറൻസിൽ. ടെലികോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇതേപോലെ തന്നെയാണ് ടെലികോൺഫറൻസിങ്. മീറ്റിംഗ് ആണ്, ആളുകൾ തമ്മിലുള്ള ഒരു ഓൺലൈനായിട്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണ്. വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ ടെലികോൺഫറൻസിങ്ങിൻ്റെ പോലെ തന്നെ, പക്ഷെ ഇവിടെ വീഡിയോസും ഇൻവോൾവ് ആണെന്നുള്ളൂ. സോ ഇത്രയാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് മടിയാണെങ്കിൽ കണ്ടാൽ മതിയെന്ന്. ഇപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിച്ചാലോ എന്നൊരു ആഗ്രഹം തോന്നേണ്ടതാണ്. അങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അങ്ങനെ തോന്നി നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം, എന്നാലേ ഞാൻ അറിയുള്ളൂ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.